പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതലെന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂർ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, കർത്താവ് സഭയെ പണിതത് എങ്ങനെ, അല്ലെങ്കിൽ ആരുടെ മേലാണോ ഈ സഭയുടെ തലവനാക്കി വെച്ചത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഒന്നിനായ ഇടയനാൽ കോർ എപ്പിസ്കോപ്പായ്ക്ക് ഒരു മറുപടിയായിട്ടാണത് പറയുന്നത്. 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് പത്രോസിൻ്റെ മേലല്ല, പത്രോസ് എന്ന പാറയുടെ മേലല്ല, വിശ്വാസം എന്ന പാറമേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണോ അതിൻ്റെ വ്യാഖ്യാനവും പരമാർത്ഥവും? നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16 മുതൽ വായിക്കുമ്പോഴാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്ന ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാ പത്രോസ് മറുപടി പറഞ്ഞത്. വേറെ ആരും പറഞ്ഞില്ല. നീ ഭാഗ്യവാനാണ്, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന്. അതെന്തുകൊണ്ടാണ് പത്രോസിന് മാത്രം പിതാവ് വെളിപ്പെടുത്തി കൊടുത്തത്? അപ്പം പത്രോസിനെയും ഈ സഭയുടെ തലവനാക്കാൻ പിതാവ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്താണ്ടായ നീ ഭാഗ്യവാൻ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. 16:18 പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. വളരെ വ്യക്തമായിട്ട് പറയും. യാക്കോബ് ശ്ലീഹ വിശ്വാസം എന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും എന്നാണ്. വിശ്വാസം എന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും. കർത്താവ് പറയുന്നത്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അല്പാർത്ഥ വ്യത്യാസമുണ്ട്. പണിയും ഉറപ്പിക്കപ്പെട്ടോ. യാക്കോബ് ശ്ലീഹ അങ്ങനെ പറയുന്നത് ആ വിശ്വാസം ഏറ്റുപറഞ്ഞ പത്രോസിനെ ഉദ്ദേശിച്ചാണ് പാറ എന്ന് പറയുന്നത്. അത് വളരെ ക്ലിയറാണ് അവിടെ. കാരണം കർത്താവ് പറഞ്ഞു, പത്രോസായ നീ പാറയാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുന്ന. കർത്താവ് പറഞ്ഞ അതിൻ്റെ വിപരീതമായിട്ടോ യാക്കോബ് ശ്ലീഹ പറയോ? ഒരിക്കലുമില്ല. പത്രോസാകുന്ന പാറമേലാണ് സഭയെ പണിതത്. ആ പാറമേൽ സഭയെ ഉറപ്പിച്ചു. അവൻ ഏറ്റുപറഞ്ഞ വിശ്വാസമെന്ന പാറമേൽ സഭയെ ഉറപ്പിച്ചു. ഈ പണിതതും ഉറപ്പിക്കുന്നതും അല്പ വ്യത്യാസമില്ലേ സാർ? കർത്താവ് പറഞ്ഞതിന് വിപരീതമായിട്ട് ഒരിക്കലും യാക്കോബ് ശ്ലീഹ പറയില്ല. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അച്ഛൻ സംസാരിക്കുക. പത്രോസ് എന്ന പാറമേൽ തന്നെയാണ് സഭയെ പണിതത്. നീ പാറയാകുന്നു, ആ പാറ ക്രിസ്തുവാകുന്നില്ലേ? ആ പാറയുടെ, ക്രിസ്തുവാകുന്ന പാറയുടെ സകല അധികാരവും സഭയുടെ തലവനായി പത്രോസിനെ നിയമിച്ചുകൊണ്ട് കർത്താവ് പറയാണ്, പത്രോസേ നീ പാറയാകുന്നു. അച്ഛൻ അങ്ങനെയൊന്നും ആലോചിക്കണം. പത്രോസാകുന്ന പാറ, ക്രിസ്തുവാകുന്ന പാറയുടെ സകല അധികാരവും സഭയുടെ തലവനായി പത്രോസിന് കൊടുത്തുകൊണ്ട് പത്രോസേ നീ പാറയാകുന്നു. ഈ 2 പാറയും വ്യത്യാസം നോക്കണം. കർത്താവിൻ്റെ അധികാരമാകുന്ന പാറയുടെ അധികാരം പത്രോസിന് കൊടുത്തേക്കാളും ഈ പാറയാകുന്നു എന്ന് പറഞ്ഞ്. ബറിയോനെ ശീമോനെ നീ ഭാഗ്യവാനാണ്. ശീമോനുള്ള പേരോടെ മാറ്റാണ്. പത്രോസ് എന്നാണ് പാറ, കേപ്പ എന്നിട്ടാ പറഞ്ഞത് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാറയാകുന്ന എനിക്കുള്ള അധികാരം നിനക്ക് ഞാൻ തരാണ്. നീ സഭയുടെ തലവനായിരുന്ന്
ഈ സഭയെ നയിക്കണം. ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുന്നു. അല്ലാണ്ട് യാക്കോബ് ശ്ലീഹ പറഞ്ഞത് കർത്താവ് പറഞ്ഞതിന് വ്യത്യാസമില്ല. ഒരല്പം വ്യത്യാസമുണ്ട്. പണിയുന്നതും ഉറപ്പിക്കുന്നതും. അത് പത്രോസ് പറഞ്ഞ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ടു. സഭ പണിതത് പത്രോസിൻ്റെ മേലാണ്. അതിന് വിരുദ്ധമായിട്ടൊന്നും യാക്കോബ് ശ്ലീഹ പറയില്ല. പിന്നെ അതിൻ്റെ താഴെ ചെറുന്ന് വായിച്ചു നോക്കി. ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അതിന് മുമ്പ് എന്താ പറഞ്ഞ്? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? 12 സീന്മാരിൽ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ, സ്വർഗരാജ്യം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിന് കൊടുത്തു. പള്ളാടുകളെയും പെണ്ണാടുകളെയും കുഞ്ഞാടുകളെയും മേയ്ക്കാനുള്ള അധികാരം കൊടുത്തു. താക്കോൽ കൊടുത്തു. ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഈ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടണം. വലിയ അധികാരമല്ല കൊടുത്തത്. കർത്താവിൻ്റെ അധികാരമാണ് കൊടുത്തത്. കർത്താവിൻ്റെ അധികാരം പത്രോസ് കൊടുത്തു. എൻ്റെ അധികാരം പോലെ നിനക്ക് ചെയ്യാം, ഞാൻ നിനക്ക് അധികാരം തരുന്നു. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയാണ് സഭ എന്ന് പറയുന്നത്. 28 വായിക്കുമ്പോൾ സ്വർഗത്തിൽ ഭൂമിയിൽ എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു, ഞാനത് നിങ്ങൾക്ക് തരുന്നു. എന്താ അധികാരം? നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യാൻ. താക്കോലിൻ്റെ കാര്യം ഇവിടെ മിണ്ടല്ല. ഈ താക്കോലിൻ്റെ ഒരു പഴയ നിയമ കോട്ടിങ് ഞാനൊന്ന് വായിക്കാം. പക്ഷേ ഇത് വായിച്ചോണ്ടെന്ന് അറിയില്ല. യെശയ്യാവ് 22 എടുക്കാം. യെശയ്യാവ് 22 ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരു ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും. ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോലേ പത്രോസിന് കൊടുക്കണം. മാലാഖ വന്ന് കന്യാകുമാരിയോടെന്താ പറഞ്ഞേ? അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ താക്കോലാണ് കർത്താവ് പത്രോസിന് കൊടുത്തത്. വേറെ ആർക്കും കൊടുത്തില്ല. പത്രോസിൻ്റെ അച്ഛൻ ഇകഴ്ത്തി കണ്ടാൽ നോക്കണ്ട, നടക്കൂല. തലവൻ പത്രോസ് തന്നെയാണ്. ഇനി അതിൻ്റെ അടിയിലൊന്ന് വെച്ചാൽ 23 അവസാനം, അവൻ തൻ്റെ പിതൃഭവനത്തിൻ്റെ മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. കർത്താവിനെ പറ്റി ഇവിടെ പറയുന്നത്. പക്ഷേ ആ സിംഹാസനത്തിൻ്റെ അധികാരവും പത്രോസിന് കൊടുത്തു. അതാണ് പത്രോസിൻ്റെ സിംഹാസനം. വേറെ സിംഹാസനമില്ല, തോമായ്ക്കുമില്ല, ആർക്കുമില്ല. മനസ്സിലാവണോ? ആ സിംഹാസനം പത്രോസിന് മാത്രമേ ഉള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം. ആ സിംഹാസനത്തിൻ്റെ വില മനസ്സിലായില്ലേ? ഇനി മറ്റൊന്നുകൂടി ഞാൻ പറയാം. സമാഗമന കൂടാരത്തെയാണ് സഭയോട് പിതാക്കന്മാർ ഉപമിക്കുന്നു, അല്ലെങ്കിൽ സഭയെ സമാഗമന കൂടാരത്തോട് ഉപമിക്കുന്നു. പുരോഹിത വർഗമാകുന്ന ലേവി ഗോത്രത്തെ സഭയൻ കൂടാരത്തിൻ്റെ 4 വശങ്ങളിൽ താമസിപ്പിക്കുകയും ഓരോ വശത്തിനും ഓരോ പ്രഭുവിനെ നിയമിക്കുകയും ചെയ്തു. സഭയൻ കൂടാരത്തിൻ്റെ 4 വശത്തും ലേവി ഗോത്രത്തെ പാർപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെ ആകമാന സഭയെ 4 ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗത്തിനും ഓരോ പാത്രീർക്കസന്മാരെ നിയമിച്ചു. AD 325 നിക്കാ സുന്നോദസിൽ വെച്ച്. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ക്രമം നിക്കാ സുന്നോദസിൽ വെച്ച് ഉറപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അത്
സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെയാണ് അന്ന് ഭരിച്ചിരുന്നത്. ലോകത്തിന് 4 ഇതനുസരിച്ച് 4 സിംഹാസനങ്ങൾ. പത്രോസിൻ്റെ സിംഹാസനം AD 37 അന്ത്യോക്യായിൽ പത്രോസ് സ്ഥാപിച്ച ആ സിംഹാസനത്തെ യെശയ്യാവ് 22:22 സിംഹാസനം പറയണം. അത് കർത്താവ് പത്രോസിന് കൊടുത്തു. അങ്ങനെ പത്രോസ് ധൈര്യസമയം അത് ചെയ്യണത്. 4 ദിക്കുകളായിട്ട് വായിച്ചു വെക്കുക. കിഴക്ക് അന്ത്യോക്യ, തെക്ക് അലക്സാന്ദ്രിയ, പടിഞ്ഞാറ് റോമ, വടക്ക് കുസ്തന്തീനോപ്പോലിസ്. അത് 325 കഴിഞ്ഞ് 330 കഴിയുമ്പോഴേക്ക് കുസ്തന്തീനോപ്പോലിസ് ഇതിൻ്റെ പാത്രിയാർക്കീസ് വരുന്നത്. ആ റോമയോട് ബന്ധമുള്ള ഒരു സിംഹാസനമാണത്. ബന്ധമുള്ള ഒരു പാത്രിയാർക്കീസാണ് അവിടെ. അപ്പോൾ പടിഞ്ഞാറ് റോമ, കിഴക്ക് അന്ത്യോക്യ, തെക്ക് അലക്സാന്ദ്രിയ, വടക്ക് കുസ്തന്തീനോപ്പോലിസ്. അതാണ് ഇസ്താംബുൾ എന്ന് പറയുന്നത്. അന്ത്യോക്യ നമുക്കറിയാം, ടർക്കിയിലെ ഒരു സ്ഥലമാണ് അന്ത്യോക്യ. ഇന്നത്തെ അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല. അന്നത്തെ കാര്യം ചിന്തിച്ചാൽ മതി. യുദ്ധങ്ങളും കലഹങ്ങളും ഇങ്ങനെ ലോകത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ പറയാം. അഹറോനെ താമസിപ്പിച്ചിരുന്നത് കിഴക്ക് മഹാപുരോഹിതനായ അഹറോൻ. ഈ സമാപന കൂടാരത്തിൻ്റെ 4 വശങ്ങളിൽ ഓരോ പ്രഭുക്കന്മാരെ താമസിപ്പിച്ചപ്പോൾ മഹാപുരോഹിതനായ അഹറോനെ കിഴക്ക് അവനവിടെ അധികാരം കൊടുത്തു. അവിടെ താമസിപ്പിച്ച് അധികാരം കൊടുത്തു. പ്രകാരം മഹാപുരോഹിതനായ ക്രിസ്തു കിഴക്ക് ബേത്ലഹേമിൽ ജനിച്ചു. അതൊക്കെ ഓരോ ഉപമകളാണ്. മറ്റൊരു കാര്യം, അഹറോനെ കൂടാതെ ലേവ്യരുടെ പൊതുതോട്ടത്തിനായി ഏലിയാസാറിനെ നിയമിച്ചു. അതും കിഴക്ക് തന്നെ. അപ്പോൾ അന്ത്യോക്യ പാത്രിയസിന്റെ കിഴക്ക് പ്രഭുവായിട്ടാണ് വായിച്ചു. ഇങ്ങനെ അഹറോന്റെ ഒരു മകനായ ഈഥാമാറിന് പ്രത്യേക ജോലി ഉണ്ടായിരുന്നതുപോലെ കിഴക്ക് ഒരു കാതോലിക്കയെയും നിയമിച്ചാക്കി. കിഴക്കിൻ്റെ പരമാധികാരം അഹറോനാണ്. അഹറോന്റെ മകനായ ഈഥാമാറിന് ഒരു പ്രത്യേക ജോലി കൊടുത്തു. കാരണം ഇത്രയും വലുതായ ഒരു കിഴക്ക് ഭാഗം മുഴുവൻ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും അധികാരമാണ് അന്ത്യോക്യ പാത്രിയസിന് കൊടുത്തത്. അതിത്ര സ്ഥലം വളരെ നീണ്ടതായതുകൊണ്ടും ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ളതുകൊണ്ടും അന്ത്യോക്യ പാത്രിയസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കാതോലിക്കായി വെച്ചത്. അതാണ് പൗരസ്ത്യ കാതോലിക്ക. ആ കാര്യം അച്ഛനാണ് വ്യക്തമായിട്ട് പറയണല്ലോ. ഇവിടെ അന്ത്യോക്യ എന്നുള്ളൊരു പേര് പോലും അച്ഛൻ പറയണല്ലോ. അവിടെ പരിശുദ്ധ പാത്രിയർക്കീസിന്റെ കീഴിലാണ് കാതോലിക്ക എന്ന് പറയണില്ല. മറ്റു പാത്രിയർക്കീസ് വരെ വാഴിച്ചു. അതുപോലെ കിഴക്കിന് ഒരു കാതോലിക്കയെ വാഴിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കച്ചോ. ഈ അസത്യങ്ങളൊക്കെ പറയണെന്തിനാ? ഉള്ളതുപോലെ പറയാം. പെരുഷയിലെ തിഗ്രീസിലെ കാതോലിക്ക വാഴിച്ചതാരാ? അന്ത്യോക്യ പാത്രിയർക്കീസാണ്. അധികാരത്തിലിരിക്കാത്ത ഒരു പാത്രിയർക്കീസിനെ കൊണ്ടുവന്ന് തിഗ്രീസിന്റെ കാതോലിക്ക സുഭാസനം ഇങ്ങോട്ട് മാറ്റിയെന്നും മറ്റും പറഞ്ഞാലൊന്നും യാതൊരു കാര്യമില്ല. അതിനോടൊരു വാലിഡ് അല്ലാതെന്നും പിന്നെ പറഞ്ഞുകൊണ്ട് നടന്നു. ഞങ്ങൾക്ക് അതിനെ എതിരൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു സ്വതന്ത്ര സഭ സ്ഥാപിക്കാൻ നിക്കാസോനോദോസോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള നടപടിക്രമങ്ങളോ അതിന് ശേഷമുള്ള തീരുമാനങ്ങളോ ഒന്നും ഇല്ല. അത് നിങ്ങൾ IOC ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞു. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. പക്ഷേ നിയമാനുസൃതമല്ല. പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് സ്വഭാവം വന്ന് മുടക്കൊക്കെ തീർത്ത് കാതോലിക്ക വായിച്ചത് 64 മെയ്യിലേ ഞാൻ കണ്ടതാ. അത് അന്ന് അച്ഛനവിടെ ചമ്മാച്ചനായിട്ടുണ്ട്. അതൊക്കെ സംഗതിയാണ്. എങ്ങനെയാണ് വായിച്ചതെന്നും പാത്രിയർക്കീസിന് മുമ്പിൽ എങ്ങനെയാണ് ഔഗേൻ കാതോലിക്ക നിന്നതെന്നൊക്കെ അച്ഛനറിയാം, എനിക്കും അറിയാം.
അന്ന് അദ്ദേഹം പറഞ്ഞ ഔഗേൻ കാതോലിക്ക പറഞ്ഞത്, വാഴ നനയുമ്പോൾ ചീരയും നനയുന്ന, ചീര നനയുമ്പോൾ വാഴ നനയുന്നല്ലോ, വാഴയ്ക്ക് വെള്ളമൊഴിച്ചാൽ അതിൻ്റെ കൂടെ ചീര നനഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹൈറാർക്കി ആർക്കാണ്? അതെന്ന് വെച്ചാൽ പറയണല്ലോ, പാത്രിയാർക്കീസിൻ്റെ സ്ഥാനി പോലെയാണ് കാതോലിക്ക എന്നാണ് പറഞ്ഞ് ഒപ്പിക്കുകയാണ്. അഹറോൻ മഹാപുരോഹിതൻ അഹറോൻ്റെ മകനായ ഈഥാമാറിനെ ഒരു ജോലി ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. അല്ലാണ്ട് അവൻ അധികാരം കൊടുത്തു പറഞ്ഞില്ല. പാത്രിയാർക്കീസിൻ്റെ കീഴിലാണ്. പാത്രിയാർക്കീസാണ് കാതോലിക്കയെ നിയമിക്കുന്നത്, പൗരസ്ത്യ കാതോലിക്ക. അങ്ങനെ നിയമിച്ച ഒരു കാതോലിക്ക ഞങ്ങൾക്കുണ്ട്. ഞങ്ങളാ കാതോലിക്കയുടെ കീഴിലാണ്. മലങ്കര സഭയുടെ പ്രാദേശിക തലവരാണ് അദ്ദേഹം. അദ്ദേഹത്തെയും പരിശുദ്ധ പാത്രിക സഭയെ വിട്ടിട്ട് ഒരിടപാട് ഞങ്ങൾക്കില്ല വെച്ചു. ഇതിനെന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമൊന്നുമില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. മറ്റു കാര്യങ്ങളെപ്പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിശദമായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നി. അച്ഛനത് തിരുത്താൻ പറ്റിയെങ്കിൽ തിരുത്താം, അച്ഛൻ തിരുത്തൂല അതെനിക്കറിയാം. അതുകൊണ്ട് തോമാസ് ലേഖയ്ക്ക് സിംഹാസനമുണ്ടെന്നൊക്കെ എഴുതി വെച്ചു. ബസേലിയോസിൻ്റെ ആ സ്ഥാനനാമം കാതോലിക്കയ്ക്ക് കൊടുത്തത് മുടക്കപ്പെട്ടു പോയി. പരിശുദ്ധ പാത്രിക സ്വഭാവമാണ് അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പൗരസ്ത്യ കാതോലിക്കായുടെ തലവൻ. അദ്ദേഹത്തെ വിട്ടിട്ട്, അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പറഞ്ഞിട്ട് ഒരു സഭ ഇവിടെ ഇല്ല. സഭ ഉണ്ടെങ്കിൽ തന്നെ അത് സ്വതന്ത്ര സഭയാണ്. ഞാൻ ഫേസ്ബുക്കിലൊരു കാര്യം കണ്ടു, ശരിയാണെന്ന് എനിക്കറിയില്ല. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്നും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ പുറത്താക്കിയിരുന്നു. ഞാനിത് ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. നിക്കിയ മുതലായ 3 പൊതുസുന്നതോസുകളിലെ തീരുമാനത്തെ അംഗീകരിക്കാത്ത സഭ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിൽ പെടില്ല. 1967 ഗ്രിഗോരിയോസ് തിരുമേനി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാതെന്ന് പറഞ്ഞാലും ഒരു കാര്യമൊന്നുമില്ല. ഇത് ആദ്യകാലം മുതലുള്ളതാണ്. കൽക്കീദോസ് സുന്നതോസ് ഇതൊക്കെ വന്നപ്പോഴാണ് ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് ഒക്കെ വന്നത്. പിന്നെ ഈസ്റ്റേൺ സഭ ഒക്കെ വേറെ ഉണ്ടായി. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് നിങ്ങൾ പണ്ടേ പുറത്തായി, ഇപ്പോഴല്ല. നിക്കിയ, കുസ്തന്തീനോപ്പോലിസ്, എഫേസസ് എന്നീ 3 പൊതു സുന്നതോസുകൾ 3 മാത്രമേ ഉള്ളൂ. ആ 3 തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത നിങ്ങൾ, അങ്ങനെ തീരുമാനങ്ങൾ അംഗീകരിച്ചിരുന്നു വരികിൽ ഈ സ്വതന്ത്ര സഭ അവിടെ ഉണ്ടാവില്ല. അന്ത്യോക്യയുടെ കിഴക്കൊക്കെയുടെയും പരമാവധി അന്ത്യോക്യ പത്രോസ് അതിനെ മറികടന്നുകൊണ്ടാണ് നിങ്ങൾ ഒരു സ്വതന്ത്ര സഭ അവിടെ ഉണ്ടാക്കിയത്. ഇന്ത്യയുടെ തലവൻ ഞങ്ങളാണ്, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഞങ്ങൾ കാതോലിക്കാണ്, പൗരസ്ത്യ കാതോലിക്കാന്നാണ് പറഞ്ഞിടക്കുക. ആരോ പറഞ്ഞു പൗരസ്ത്യ കാതോലിക്കാന്ന്? അതൊക്കെ മുടക്കോട്ട് പോയി. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ അച്ഛൻ മനസ്സിലാക്കണം. അച്ഛൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. വീഡിയോ അച്ഛൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, എനിക്ക് യാതൊരു തടസ്സമില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.